എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രവർത്തന തത്വവും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റുകളും അവയുടെ സൊല്യൂഷനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായി തന്നെ ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത്. സാധാരണയായി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് അപ്ലയൻസസുകളായ ഇമേഷൻ ഹീറ്റർ, വാട്ടർ ഹീറ്റർ എന്നിവയിൽ ഒരു വസ്തുവിനെ ചൂടാക്കാനായി ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് എലമെൻറ്റുകളാണ്. ഹീറ്റിംഗ് എലമെൻറ്റായി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ അല്ലെങ്കിൽ നിക്രോമാണ്. എന്നാൽ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കോയിലാണ്. ഈ കോയിലിൽ കൂടി ഹൈ ഫ്രീക്വൻസി ഹൈ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നോർമൽ സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഇൻഡക്ഷൻ കുക്കറിലെ സർക്യൂട്ടിൻ്റെ സഹായത്തോടെ ഇതിൻ്റെ ഫ്രീക്വൻസി ഉയർത്തുകയാണ് ചെയ്യുന്നത്. 25 കിലോ ഹെർട്സ് മുതൽ 50 കിലോ ഹെർട്സ് വരെയാണ് ഇൻഡക്ഷൻ കുക്കറിലെ ഫ്രീക്വൻസി റേഞ്ച്. ഇതിൻ്റെ പവർ റേറ്റിംഗ് വരുന്നത് 1200 വാട്ട്സ് മുതൽ 3000 വാട്ട്സ് വരെയാണ്. ഇതിൽ നിന്നും നമുക്ക് ആംബിയർ റേറ്റിംഗ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാനായി നമുക്ക് എത്രയാണോ വാട്ട്സ് കിട്ടുന്നത് അതേ ഡിവൈഡ് ബൈ 230 വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ് കിട്ടുന്നതായിരിക്കും. ഈ ഹൈ ഫ്രീക്വൻസി ഹൈ കറണ്ട് ഇൻഡക്ഷൻ കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാന്തത്തിന് ചുറ്റും വരുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പരിധിക്കുള്ളിൽ മറ്റൊരു കണ്ടക്ടർ വെച്ചാൽ ആ കണ്ടക്ടറിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. EMF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കണം. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ മാത്രമേ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇൻഡക്ഷൻ കുക്കറിൽ പ്രൈമറി വൈൻഡിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇൻഡക്ഷൻ കോയിലും സെക്കൻഡറി വൈൻഡിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ വെക്കുന്ന പാത്രവുമാണ്. ഇൻഡക്ഷൻ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് പാത്രവുമായി ലിങ്ക് ചെയ്യുമ്പോൾ പാത്രത്തിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇൻഡ്യൂസ്ഡ് EMFനെയാണ് എഡി കറണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡി കറണ്ട് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് കറണ്ട് ഈ പാത്രത്തിനുള്ളിൽ തന്നെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പുറമേക്ക് പോകാൻ വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ചുഴലിയുടെ ആകൃതിയിലാണ് എഡി കറണ്ട് ഒരു മെറ്റൽ ബ്ലോക്കിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഹീറ്റിൻ്റെ രൂപത്തിലാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റ് ഉപയോഗപ്പെടുത്തിയാണ് ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ പാചകം ചെയ്യുന്നത്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ സെറാമിക് കുക്ക് ടോപ്പിൽ ഒരു പാത്രം വെക്കുമ്പം അതിൻ്റെ ബേസ്മെൻറ്റിൽ കൂടി മാത്രമേ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയും അതേപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ കൊളീഷനും നടക്കുന്നുള്ളൂ. ഇതിൽ സാധാരണയായി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ് ഉപയോഗിക്കാറ്. ഉദാഹരണമായി പറഞ്ഞാൽ കാസ്റ്റ് അയൺ, സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ് ഉപയോഗിക്കാറ്. പ്യൂർലി കണ്ടക്റ്റീവായ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാറില്ല. അതിന് കാരണം പ്യൂർലി കണ്ടക്റ്റീവായ കോപ്പർ, അലുമിനിയം കൊണ്ടുള്ള പാത്രങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിച്ചാൽ അതിലൂടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടക്കുകയും ഇലക്ട്രോൺസിൻ്റെ കൊളീഷൻ നടക്കാതെ വരികയും ചെയ്യും. അതിനാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ കുക്ക് ടോപ്പിലിരിക്കുന്ന ഒരു പാത്രത്തിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ ഷോക്ക് ആക്കാത്തത്? അതിന് കാരണം ഇതാണ്. പാത്രത്തിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഹീറ്റായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് ആക്കാത്തത്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നമുക്കിനി പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് എന്നതാണ്. ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ 90% ഹീറ്റായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇതിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കുന്നത്. മറ്റ് അഡ്വാൻറ്റേജുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് യാതൊരുവിധ പൊല്യൂഷനും പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ നല്ലൊരു ടെമ്പറേച്ചർ കൺട്രോൾ സെൻസറാണ് ഇതിലുള്ളത്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഫാസ്റ്റ് ഹീറ്റിങ്ങുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് വളരെ ഹൈ ആണ്. അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ള പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പവർ റേറ്റിംഗ് വളരെ ഹൈ ആണ്. ഇത് അടുത്ത കാലത്തായി ചില പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ. അടുത്തായി നമുക്കൊരു ഇൻഡക്ഷൻ കുക്കർ അഴിച്ച് അതിലെ പ്രധാനപ്പെട്ട പാർട്സുകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഐബെല്ലിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇതാണ് സെറാമിക് കുക്ക് ടോപ്പ്. ഈ ഭാഗം ഇൻഡക്ഷൻ കുക്കറിൻ്റെ കൺട്രോൾ പാനലാണ്. ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഇൻഡക്ഷൻ കുക്കറെല്ലാം ടച്ച് ടൈപ്പ് കൺട്രോൾ പാനലാണ് കൂടുതലായിട്ടും വരുന്നത്. നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടെ വേണം എല്ലാ സ്ക്രൂകളും അഴിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 8 സ്ക്രൂകളുണ്ട്. 8 സ്ക്രൂകളും നമ്മളിപ്പം അഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സുകളെല്ലാം കാണാവുന്നതാണ്. ഇൻഡക്ഷൻ കോയിൽ, കൂളിംഗ് ഫാന്, അതേപോലെ തന്നെ കൺട്രോൾ സർക്യൂട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ഈ കാണുന്നതാണ് ഇൻഡക്ഷൻ കോയിൽ. ഇത് കൺട്രോൾ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടാണ് ഇൻഡക്ഷൻ കുക്കറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത് മദർ ബോർഡിലേക്കാണ്. ഇനി ഇൻഡക്ഷൻ കോയിൽ എന്ന് നമുക്ക് അഴിച്ചു നോക്കാം. 3 സ്ക്രൂകളാണ് ഇൻഡക്ഷൻ കോയിലിനെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാർ സ്ക്രൂഡ്രൈവറിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ 3 സ്ക്രൂകളും അഴിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 3 സ്ക്രൂകളും അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇൻഡക്ഷൻ കോയിലിൻ്റെ നടുഭാഗത്ത് കാണുന്നത് ടെമ്പറേച്ചർ സെൻസറാണ്. ഈ ടെമ്പറേച്ചർ സെൻസറാണ് കുക്ക് ടോപ്പിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. ടെമ്പറേച്ചർ സെൻസറും ഇൻഡക്ഷൻ കോയിലും മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇൻഡക്ഷൻ കോയിൽ പൂർണ്ണമായും മദർ ബോർഡിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഇൻഡക്ഷൻ കോയിലും അതിൻ്റെ നടുക്കിരിക്കുന്ന ടെമ്പറേച്ചർ സെൻസറും കാണാവുന്നതാണ്. ഈ വൈറ്റ് നിറത്തിൽ കാണുന്നത് ഹീറ്റ് സിങ്ക് പേസ്റ്റ് ആണ്. അതായത് സെറാമിക് കുക്ക് ടോപ്പും ടെമ്പറേച്ചർ സെൻസറും തമ്മിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ് വരുന്നതിന് വേണ്ടിയാണ് ഹീറ്റ് സിങ്ക് പേസ്റ്റ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് കൂളി ഫാന്. കൂളി ഫാനിൻ്റെ കണക്ഷൻ വരുന്നത് മദർ ബോർഡിൽ നിന്നാണ്. നമുക്ക് ആ കണക്ഷൻ കൂടി ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂളിംഗ് ഫാനിൻ്റെ പർപ്പസ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻറ്റിലും അതേപോലെ തന്നെ സെറാമിക് കുക്ക് ടോപ്പിലുമുള്ള ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തായി നമുക്ക് മദർ ബോർഡിലേക്കുള്ള സപ്ലൈ ലൈൻ നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്യാം. അതിനായി ഫേസ് ന്യൂട്രൽ ലൈനിൻ്റെ ഒരു ചെറിയൊരു സോക്കറ്റ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സോക്കറ്റ് നമുക്ക് മദർ ബോർഡിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാം. മദർ ബോർഡിൽ നിന്നും ഇനി ഡിസ്കണക്ട് ചെയ്യാനുള്ളത് കൺട്രോൾ പാനിലേക്കുള്ള സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. അത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ചില മദർ ബോർഡുകളിൽ അത് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായി മദർ ബോർഡ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോഡിയുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. അതിനായി ഒരു സ്റ്റാർ സ്ക്രൂഡ്രൈവറിൻ്റെ സഹായത്തോടെ 4 കോർണറിലുമുള്ള സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ മദർ ബോർഡ് എടുക്കാവുന്നതാണ്. സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മദർ ബോർഡ്. നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കാണാം. അതേപോലെ തന്നെ ഈ ഭാഗമാണ് ഹീറ്റ് സിങ്ക് പ്ലേറ്റ്. അടുത്തായി നമുക്ക് ഹീറ്റ് സിങ്ക് പ്ലേറ്റ് ഒന്ന് അഴിച്ചു നോക്കാം. ഈ ഹീറ്റ് സിങ്ക് പ്ലേറ്റിലേക്കാണ് IGBTയും ബ്രിഡ്ജ് റെക്ടിഫയർ ICയും കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഹീറ്റ് സിങ്ക് പ്ലേറ്റ്. ഇതിലേക്കാണ് IGBTയും ബ്രിഡ്ജ് റെക്ടിഫയർ ICയും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് IGBT, ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ IC. രണ്ടും മടക്കി അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഹീറ്റ് സിങ്ക് പേസ്റ്റ് തേക്കുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ IC ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. ഇൻപുട്ട് AC-നെ DC ആക്കി മാറ്റാൻ വേണ്ടിയാണ് ബ്രിഡ്ജ് റെക്ടിഫയർ IC ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ IGBT ഉപയോഗിക്കാനായിട്ട് കാരണം സ്വിച്ചിങ് പർപ്പസിന് വേണ്ടിയാണ്. സാധാരണ ഇൻഡക്ഷൻ കുക്കറിൽ ഉണ്ടാകുന്ന 80% കംപ്ലൈൻറ്റുകളും IGBTയുടെയും ബ്രിഡ്ജ് റെക്ടിഫയർ ICയിലും ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളാണ്. ഈ 2 കമ്പോണൻറ്റിലും ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കാനും അവ റിപ്പയർ ചെയ്യാനുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമുക്ക് IGBTയുടെ കംപ്ലൈൻറ്റ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. IGBTക്ക് 3 ടെർമിനൽസ് ആണുള്ളത്: ഗേറ്റ്, കളക്ടർ, എമിറ്റർ. എൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇടുക. അതിനുശേഷം കോമൺ ടെർമിനൽ, അതായത് നെഗറ്റീവ് ടെർമിനൽ കളക്ടർ ടെർമിനലും പോസിറ്റീവ് ടെർമിനൽ എമിറ്റർ ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് IGBT ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. നിങ്ങൾക്കിപ്പോൾ റീഡിങ് കാണാവുന്നതാണ്. ഇനി നമുക്ക് ടെർമിനൽസ് ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കാം. ടെർമിനൽസ് മാറ്റി കണക്ട് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. അതായത് IGBT ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഫോർവേഡ് ബയാസിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ റീഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ IGBTക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു കംപ്ലൈൻറ്റ് വന്ന IGBT നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിരിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് വന്ന IGBT ആണ്. IGBTയുടെ ടെർമിനലിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ ടെർമിനൽസ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യമായി തന്നെ ഒരു ടെർമിനൽ ഒന്നാമത്തെ ടെർമിനലും അതായത് ഗേറ്റിലും എമിറ്ററിലുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഈ ബീപ്പ് സൗണ്ട് കേൾക്കാനായിട്ട് കാരണം ഒന്നാമത്തെ ടെർമിനലും മൂന്നാമത്തെ ടെർമിനലും നമ്മൾ ഷോർട്ട് ആയതുകൊണ്ടാണ് ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. ഇനി നമുക്ക് ടെർമിനൽ പരസ്പരം ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോഴും നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ടെർമിനൽസ് തമ്മിൽ പരസ്പരം ഷോർട്ട് ആയതുകൊണ്ടാണ് ഈ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. ഇങ്ങനെയാണ് ഒരു IGBT മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് ഫാൾട്ടി ആണോ എന്ന് തിരിച്ചറിയുന്നത്. അടുത്തായി ബ്രിഡ്ജ് റെക്ടിഫയർ IC നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിലൊരു ബ്രിഡ്ജ് റെക്ടിഫയർ IC ഉണ്ട്. ഇതിന് 4 ടെർമിനൽസ് ആണുള്ളത്. ആദ്യത്തെ ടെർമിനൽ പോസിറ്റീവും രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെർമിനൽ ഇൻപുട്ട് AC-യുമാണ് കണക്ട് ചെയ്യുന്നത്. നാലാമത്തെ ടെർമിനൽ ഔട്ട്പുട്ട് DC ആണ്, നെഗറ്റീവ് ടെർമിനലാണ്. അതായത് ഒന്നാമത്തെ ടെർമിനലും നാലാമത്തെ ടെർമിനലും ഔട്ട്പുട്ട് DC ആണ്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടതിന് ശേഷം മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബ്രിഡ്ജ് റെക്ടിഫയർ ICയുടെ പോസിറ്റീവ് ടെർമിനലും മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബ്രിഡ്ജ് റെക്ടിഫയർ ICയുടെ നെഗറ്റീവ് ടെർമിനലുമാണ് കണക്ട് ചെയ്യുന്നത്. അതിന് കാരണം അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാവുന്നതാണ്. മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റീഡിങ് കാണാവുന്നതാണ്. ഇതിൻ്റെ ഓരോ ടെർമിനൽസും പോസിറ്റീവ് ടെർമിനൽ നമുക്ക് പരസ്പരം മാറ്റി കണക്ട് ചെയ്താലും ഇതിൽ റീഡിങ് കാണാവുന്നതാണ്.
ഒരു ഫാൾട്ടി ആയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ IC ആണെങ്കിൽ ഇതിൽ നിന്നും ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ബീപ്പ് സൗണ്ട് ഒന്നും കേട്ടില്ല, റീഡിങ് മാത്രമേ കാണിച്ചുള്ളൂ. ഇതിന് പ്രത്യേകിച്ചും കംപ്ലൈൻറ്റുകളൊന്നും തന്നെയില്ല. ഇത് എൻ്റെ കൈവശം ഇരിക്കുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ IC ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതേപോലെ തന്നെ നമുക്ക് സർക്യൂട്ടിലിരിക്കുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ IC നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കണ്ടെത്തിയില്ല. അപ്പം IGBTയും ബ്രിഡ്ജ് റെക്ടിഫയർ ICക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അടുത്തതായി മദർ ബോർഡിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഡിവൈസാണ് ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ്. ഈ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസിൻ്റെ കംപ്ലൈൻറ്റുകൾ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്ന് നമുക്കിനി പഠിക്കാം. പ്രധാനമായും IGBTക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ സംഭവിച്ചാൽ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസും ബ്രേക്ക് ആവുന്നതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ പൊസിഷൻ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുക. അതിനുശേഷം 2 ടെർമിനലിലും ഗ്ലാസ് ടൈപ്പ് ഫ്യൂസിൻ്റെ 2 എൻഡുകളായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാവുന്നതാണ്. അതിന് കാരണം ഇതിന് കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ടാണ് ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. മദർ ബോർഡിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ സംഭവിച്ചാൽ ഈ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. അടുത്തതായി കംപ്ലൈൻറ്റ് വന്ന ഒരു ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ ടെർമിനലിൽ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസിൻ്റെ 2 എൻഡുകളായിട്ട് കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്യുമ്പോൾ ബീപ്പ് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്നുമില്ല. കാരണം ഈ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് ഓപ്പൺ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് റീഡിംഗ് ഒന്നും കാണിക്കാത്തത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ എന്തെങ്കിലും ഫാൾട്ട് വരുമ്പോൾ ബ്രേക്കായി പോവുകയാണ് ചെയ്യുന്നത്. അടുത്തതായി ഇൻഡക്ഷൻ കുക്കറിൻ്റെ മദർ ബോർഡിലേക്കുള്ള സപ്ലൈ ലൈൻ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മുകളിലിട്ടതിന് ശേഷം മൾട്ടിമീറ്ററിൻ്റെ ഒരു ടെർമിനൽ പ്ലഗ് ടോപ്പിലും അടുത്ത ടെർമിനലിൽ സപ്ലൈ ലൈനിൻ്റെ ഒരു വയറിലും കണക്ട് ചെയ്യുക. അപ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ അടുത്ത വയറും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 വയറും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും തന്നെയില്ല. ഇനി മദർ ബോർഡിലെ കമ്പോണൻറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ബ്ലാക്ക് നിറത്തിൽ കാണുന്നത് ഫിൽട്ടർ കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ ഇൻഡക്ടർ കാണാം, ട്രാൻസ്ഫോമർ കാണാം, സെറാമിക് ടൈപ്പ് കപ്പാസിറ്റർ കാണാം, ഇലക്ട്രോലൈറ്റിക് ടൈപ്പ് കപ്പാസിറ്റർ കാണാം, റെസിസ്റ്ററുകൾ കാണാം, MCU എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോൾ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. ഇനി എല്ലാ പാർട്സും റീകണക്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡക്ഷൻ കുക്കറിൻ്റെ എല്ലാ പാർട്സുകളും നമ്മളിപ്പോൾ റീകണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് സപ്ലൈയിലേക്കൊന്ന് കണക്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം കരുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓണായി. ഓക്കെ, ചൂടാവുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ഇതിൻ്റെ പാർട്സുകളെല്ലാം നമ്മൾ അഴിച്ച് കണ്ടതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. മാസ്റ്റർ കൺട്രോൾ അല്ലെങ്കിൽ മദർ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ മദർ ബോർഡിൽ തന്നെയുള്ള റെക്ടിഫയർ സർക്യൂട്ടിലേക്കും അതിൽ നിന്നും ഇൻവെർട്ടർ സർക്യൂട്ടിലേക്കുമാണ് ചെല്ലുന്നത്. ഇൻവെർട്ടർ സർക്യൂട്ടിൽ നിന്ന് ഹൈ ഫ്രീക്വൻസി സപ്ലൈ ആണ് ഇൻഡക്ഷൻ കോയിലിലേക്ക് ചെല്ലുന്നത്. മദർ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കൺട്രോൾ സർക്യൂട്ടിലേക്കും കൂളിംഗ് ഫാനിലേക്കും ചെല്ലുന്നുണ്ട്. കൂടാതെ തന്നെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ കൺട്രോൾ വരുന്നതും മദർ ബോർഡിൽ നിന്നാണ്. ടെമ്പറേച്ചർ സെൻസർ ഡയറക്റ്റായും ഇൻഡക്ഷൻ കോയിൽ ഇൻഡയറക്റ്റുമായും ഇൻഡക്ഷൻ കുക്ക് ടോപ്പുമായി കണക്റ്റഡ് ആണ്. ഇതാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എറർ കോഡുകളെ സംബന്ധിച്ചാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഡിസ്പ്ലേയിൽ E0 മുതൽ E9 വരെയുള്ള എറർ കോഡുകൾ കാണിക്കാറുണ്ട്. അവ എന്തിനെപ്പറ്റി സൂചിപ്പിക്കുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ കമ്പനിയിലും ഓരോ തരത്തിലാണ് എറർ കോഡുകൾ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് TCL, PG1, IBEL, പ്രസ്റ്റീജ് തുടങ്ങിയ ഇൻഡക്ഷൻ കുക്കറിൽ കാണിക്കുന്ന എറർ കോഡുകളും അവയെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. E0 എന്ന് പറയുന്ന എറർ കോഡ് കാണിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ കുക്ക് ടോപ്പിൽ നമ്മൾ വെക്കുന്ന പാത്രം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കോഡാണ് കാണിക്കുന്നത്. പാത്രം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടും E0 എന്ന കോഡ് കാണിക്കുന്നുണ്ടെങ്കിൽ മദർ ബോർഡിലെ കമ്പോണൻറ്റുകൾ ഡാമേജ് ആയതുകൊണ്ടാണ് ഈ കോഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ E2 എന്ന് പറയുന്ന എറർ കോഡ് കാണിക്കുന്നത് ടെമ്പറേച്ചർ സെൻസർ ഡാമേജ് ആയതുകൊണ്ടാണ്. ഈ സെൻസറിൽ നിന്നുണ്ടാകുന്ന കംപ്ലൈൻറ്റ് കാരണം ഇൻഡക്ഷൻ കുക്കർ ഓവർ ഹീറ്റ് ആവുകയോ അണ്ടർ ഹീറ്റ് ആവുകയോ ചെയ്യുന്നതാണ്. ഈ ടെമ്പറേച്ചർ സെൻസറിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു സെൻസർ കണക്ട് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള 7 എറർ കോഡുകൾ കാണിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലെ മദർ ബോർഡിലെ ഓരോ കമ്പോണൻറ്റുകൾ ഫാൾട്ടി ആകുമ്പോഴാണ്. കൂടുതൽ കമ്പോണൻറ്റുകൾ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ മദർ ബോർഡ് തന്നെ മാറ്റി നമുക്ക് പുതിയൊരു മദർ ബോർഡ് സ്ഥാപിക്കാവുന്നതാണ്. വിപണിയിൽ ഏകദേശം 500 രൂപ മുതൽ മദർ ബോർഡുകൾ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രവർത്തന തത്വവും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റുകൾ പരിഹരിക്കാനും നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.